അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പുതിയ രണ്ട് ഫങ്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഓൾറെഡി പോളിനോമിയൽ ഫങ്ഷൻസ് പഠിച്ചു, റാഷണൽ ഫങ്ഷൻസ് പഠിച്ചു, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് പഠിച്ചു, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് പഠിച്ചു. ആ ഗണത്തിലേക്ക് പുതിയ ഒരാളെ കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പുതിയ ഒരാളല്ല, രണ്ട് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എക്സ്പോണൻഷ്യൽ ഫങ്ഷനും ലോഗരിതമിക് ഫങ്ഷനും. എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ എന്താണെന്നും അതുപോലെ ലോഗരിതമിക് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാനായിട്ട് പോണത്. അപ്പോൾ അതിലാദ്യം എക്സ്പോണൻഷ്യൽ ഫങ്ഷനെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കാം. അപ്പോൾ നമ്മളിപ്പോഴേ y = x, നമ്മൾ പോളിനോമിയൽ ഫങ്ഷൻസ് വിചാരിക്കുക. അപ്പോൾ നോക്കി, y = x, ഞാൻ ഈ റെഡ് ഈ വരച്ചിരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസിങ് ത്രൂ ഒറിജിൻ, അതാണ് നമ്മുടെ y = x. ഇപ്പോൾ y = x² ആണെങ്കിൽ ഇറ്റ്സ് എ പരാബോള. അപ്പോൾ ഇറ്റ് ബിക്കംസ് മോർ സ്റ്റീപ്പ്, അതായത് ഇതിൻ്റെ സ്ലോപ്പ് പതുക്കെ കൂടി വരണം. അതായത് ഇതിപ്പോൾ സ്ലൈറ്റ്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ y = x² എന്ന് പറയുന്നത് കുറച്ചുകൂടി റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. ഇതുപോലെ y = x³ വരച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി സ്പീഡിൽ ഇൻക്രീസ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. അങ്ങനെ നോക്കി പോകുമ്പോൾ നമുക്കൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അതായത് ഏത് പോളിനോമിയൽ ഫംഗ്ഷൻ എടുത്താലും അതിനേക്കാളൊക്കെ ഇൻക്രീസിങ് ആയിട്ടുള്ള, അതിനേക്കാളൊക്കെ റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? അങ്ങനെ ഒരു ചോദ്യം വരികയാണ് മനസ്സിലേക്ക്. അതിനുള്ള ഉത്തരമാണ് ഈ പറഞ്ഞ y = x, y = x², y = x³ x⁴, x⁵, അങ്ങനെ ഏത് ഡിഗ്രിയുള്ള പോളിനോമിയൽസ് എടുത്താലും അതിനേക്കാളൊക്കെ റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് y = 10⁻x. അപ്പോൾ ആ y = 10⁻x ഗ്രാഫ് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അത് ഏകദേശം ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് പോവുക. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും വലിയൊരു നെഗറ്റീവ് വാല്യൂ എടുത്തു എന്ന് വെക്കുക. അപ്പോൾ ഈ ഒരു y = 10⁻x എന്ന് പറഞ്ഞത് എക്സ് ആക്സിസിലേക്ക് മുട്ടുകയാണ് ചെയ്യുക. അതിൻ്റെ വാല്യൂ ഏകദേശം 0യുടെ അടുത്തേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് എക്സ് ആക്സിസ് മേലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ വലത് ഭാഗത്തേക്ക് പോകുമ്പോൾ റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതാണ് y = 10⁻x അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഏതെങ്കിലും സംഖ്യയുടെ പവറിൽ എക്സ് വരുന്ന ഫോമിലുള്ള ഫങ്ഷൻസിനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത നമ്മളിപ്പോൾ കണ്ടു, അത് റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യും. മറ്റ് പോളിനോമിയൽ ഫങ്ഷൻസിനെ അപേക്ഷിച്ച് എക്സ്പോണൻഷ്യൽ ഫങ്ഷൻസ് കുറച്ചുകൂടി സ്പീഡിൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ദ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ with positive base b greater than 1 is the function y = f of x = b⁻x. ഈ ഫോമിൽ ഫോർ എ b greater than 1 f of x = b⁻x എന്ന ഫോമിൽ കിടക്കുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ കോമൺ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ എന്നാണ് വിളിക്കുക, b⁻x കിടക്കുന്ന സാധനങ്ങളെ. ഇനി നമ്മളതിനെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഈ സീരീസുകളെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ, സീക്വൻസ് ആൻഡ് സീരീസിനെ കുറിച്ചൊക്കെ പഠിച്ച് വന്നപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ളൊരു സീരീസ് പരിചയപ്പെട്ടു. 1 + 1/1 ഫാക്ടോറിയൽ + 1/2 ഫാക്ടോറിയൽ എക്സെട്ര. ഈ ഒരു സീരീസിൻ്റെ വാല്യൂവിനെ നമ്മൾ ഇ എന്ന് വിളിച്ചു. ആ ഇയുടെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 2 and 3. അപ്രോക്സിമേറ്റ്ലി 2നും 3നും ഇടയിലുള്ള ഒരു വാല്യൂ ആണ് ഈ ഇ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിൽ ബിയുടെ സ്ഥാനത്ത് ഈ ഇ കൊടുക്കുകയാണെങ്കിൽ അത്തരം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസിനെ നമ്മൾ നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ദേ y = e⁻x, ഇതിനെ നമ്മൾ നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് വിളിക്കും. നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇതിനെക്കുറിച്ചാണ് സ്പെസിഫിക് ആയിട്ട് പഠിക്കാൻ പോകുന്നത്, നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ കുറിച്ച്. നമ്മളതിനെ കോമൺലി ജസ്റ്റ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്, എല്ലാ റിയൽ നമ്പർ. ഇനി ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ്, r+. പിന്നെ അടുത്ത പ്രത്യേകത, ഇതാണ് എവർ ഇൻക്രീസിങ് ഫംഗ്ഷൻ, ഇത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അതാണ് ഇതിൻ്റെ അടുത്ത ഒരു സവിശേഷത. ഇപ്പം നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോണത്
ലോഗരിതമിക് ഫംഗ്ഷനെ കുറിച്ചാണ്. ലോഗ് എന്ന് പറയുന്ന ലോഗരിതമിക് ഫംഗ്ഷനെ കുറിച്ചാണ് അടുത്തത് പറയാൻ പോണത്. അപ്പോൾ ലെറ്റ് ബി ഗ്രേറ്റർ ദാൻ 1 ബി എ റിയൽ നമ്പർ. ബി എന്ന് പറയുന്നത് 1നേക്കാൾ വലിയൊരു റിയൽ നമ്പറാണ്. ദെൻ വി സേ ലോഗരിതം ഓഫ് എ ടു ബേസ് ബി ഈസ് എക്സ്. ലോഗരിതം ഓഫ് എ വിത്ത് ബേസ് ബി ഈക്വൽ ടു എക്സ് എന്ന് പറയണമെങ്കിൽ ഇഫ് ബി റൈസ് ടു എക്സ് ഈക്വൽ ടു എ. അപ്പോൾ ബി റൈസ് ടു എക്സ് ഈക്വൽ ടു എ എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ നമ്മൾ പറയും ലോഗ് എ ടു ദി ബേസ് ബി ഈക്വൽ ടു എക്സ് എന്ന് നമ്മൾ പറയും. ലോഗ് എ ടു ദി ബേസ് ബി ഈക്വൽ ടു എക്സ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ലോഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഫ്രം ആർ പ്ലസ് ടു ആർ. അതായത് പോസിറ്റീവ് റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്കാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യുക. ഡൊമൈനിലുള്ളൊരു എക്സ് മാപ്സ് ടു ലോഗ് എക്സ് ടു ദി ബേസ് ബി ഈക്വൽ ടു വൈ. ഇങ്ങനെ എഴുതണമെങ്കിൽ ബി റൈസ് ടു വൈ ഈക്വൽ ടു എക്സ് ആയിരിക്കണം. അപ്പോൾ ലോഗ് എക്സ് ടു ദി ബേസ് ബി ഈക്വൽ ടു വൈ എന്ന് എഴുതണമെങ്കിൽ ബി റൈസ് ടു വൈ ഈക്വൽ ടു എക്സ് ആയിരിക്കണം. അപ്പോൾ ഈ എഴുതുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇതിൽ ബേസ് ബി 10 ആയിട്ടുള്ള, അതായത് ലോഗ് എക്സ് ദ ബേസ് 10 ആയിട്ടുള്ള ലോഗരിതമിക് ഫംഗ്ഷനെ നമ്മൾ കോമൺ ലോഗരിതം എന്ന് വിളിക്കും. അതിനെ നമ്മൾ LOG ലോഗ് എന്ന് റെപ്രസെൻ്റ് ചെയ്യും, ലോഗ് എക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ഇനി ബേസ് ബി ഇ ആയിട്ടുള്ള, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു നേരത്തെ, ഇ ആയിട്ടുള്ള ഫംഗ്ഷൻസിന്, ഈ ആയിട്ടുള്ള ലോഗരിതമിക് ഫംഗ്ഷനെ നമ്മൾ നാച്ചുറൽ ലോഗരിതം, അതിനെ നമ്മൾ ഒരു LN ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, നാച്ചുറൽ ലോഗരിതം. ഇതാണ് ബേസ് ഇ ആയിട്ടുള്ള ലോഗ്. ഇപ്പോൾ നമ്മളിത് ഞാൻ ഒരു 3 എക്സാമ്പിൾസ് എഴുതിയേക്കാണ്. ഇപ്പോൾ ഈ ബേസ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് മൂന്നും ഈ ലോഗ് ഫംഗ്ഷൻസ് എല്ലാം 1 0 എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകും. അപ്പോൾ ബേസ് ഇ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ അത് കുറച്ചുകൂടി ഇങ്ങനെ താഴ്ത്തോടെ ആയിരിക്കും. അതേസമയം ബേസ് 10 ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടി മോളിക്കൂടെ, അതായത് കുറച്ചുകൂടി സ്റ്റീപ്പ് അതെ ബേസ് ഇ. പിന്നെ ലോഗ് 2 ആയിട്ടുള്ളതാണെങ്കിൽ അത് കുറച്ചുകൂടി റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലായിരിക്കും ആ ഫംഗ്ഷൻ വരിക. ഇത് ലോഗ് 2 ആയിട്ട് ബേസ് 2 ആയിട്ടുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ലോഗരിതമിക് ഫംഗ്ഷൻസിൻ്റെ ഒരു കണക്ക്. ഇതിൽ നമ്മൾ ബേസ് 10 ആയിട്ടുള്ള ലോഗരിതമിക് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് കൂടുതലായിട്ടും നമ്മൾ ഡീൽ ചെയ്യാൻ പോണത്. നാച്ചുറൽ ലോഗരിതത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ചുകൂടി ഹയർ സ്റ്റാൻഡേർഡ്സിലാണ് പഠിക്കുക. ഇനി നമുക്ക് ഈ ലോഗ് ഫംഗ്ഷനെ കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ലോഗ് ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പറാണ്. ഇപ്പോൾ 0യിലോ ഇപ്പോൾ ലോഗ് 0 അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് ഒക്കെ വരുമ്പോൾ അതിന് ലോഗ് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു മീനിങ് ഇല്ല. ഇറ്റ്സ് എ മീനിങ്ലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണ പോലെ തോന്നുകയാണ്, മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോണ പോലെ തോന്നുകയാണ്. സോ ഇറ്റ് ഈസ് മീനിങ്ലെസ്. അതുകൊണ്ട് തന്നെ ലോഗ് ഫംഗ്ഷൻ്റെ ഡൊമൈനായിട്ട് പോസിറ്റീവ് റിയൽ നമ്പറാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി അതിൻ്റെ റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ റിയൽ നമ്പർ. ഇനി ലോഗിൻ്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു 3 പ്രോപ്പർട്ടീസാണ്. ഒന്ന് ലോഗ് പി ക്യു ടു ദി ബേസ് ബി, അതായത് ലോഗ് പി ഇൻറ്റു ക്യൂ എന്ന് കണ്ടാൽ അതിന് നമുക്ക് ലോഗ് പി പ്ലസ് ലോഗ് ക്യൂ എന്ന് എഴുതാം. ഇപ്പോൾ ലോഗ് പി ക്യൂ എന്ന് കണ്ടാൽ അതിനെ ലോഗ് പി പ്ലസ് ലോഗ് ക്യൂ എന്ന് എഴുതാം. അതേപോലെ ലോഗ് പി റൈസ് ടു എൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എൻ ഇൻറ്റു ലോഗ് പി എന്ന് എഴുതാം. അപ്പോൾ ലോഗ് പി സ്ക്വയർ എന്നാണെങ്കിൽ 2 ഇൻറ്റു ലോഗ് പി എന്ന് എഴുതാൻ പറ്റും. അതേപോലെ ലോഗ് എക്സ് ബൈ വൈ ടു ദി ബേസ് ബി, അതിനെ നമുക്ക് ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ എന്ന് എഴുതാൻ പറ്റും. ഈ 3 പ്രോപ്പർട്ടീസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടികളാണ്. ഇത് 3. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലോഗരിതമിക് ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഇനി നമുക്കിപ്പോൾ പഠിച്ച എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും ലോഗരിതമിക് ഫംഗ്ഷനും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. യൂസിങ് ഗ്രാഫ്, അതിൻ്റെ ഗ്രാഫുകൾ ഉപയോഗിച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നോക്കിയേ, ഇത് നമ്മുടെ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ, നമ്മുടെ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ ഇതാണ് ഇ റൈസ് ടു എക്സിൻ്റെ ഗ്രാഫ്. y ഈക്വൽ ടു ഇ റൈസ് ടു എക്സിൻ്റെ ഗ്രാഫ് ഈ രൂപത്തിലാണ് ഇരിക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഈ പോസിറ്റീവ് പാർട്ട് മാത്രമേ നമ്മൾ നോക്കിയാൽ മതി, നെഗറ്റീവ് പാർട്ടിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല.
നമ്മളെപ്പോഴും ഇതിൻ്റെ ഡൊമൈനായിട്ട് R+ ആണ് കൺസിഡർ ചെയ്യാറ്. അങ്ങനെ വെച്ചു. അപ്പോൾ ഇത് 0, 1 കൂടെ കടന്നു പോകും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഇതുപോലെ ഇതാണ് ലോഗരിതമിക് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ്, പോസിറ്റീവ് പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ലോഗരിതമിക് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇത് തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇമേജ് പോലെയാണ് ഈ log xൻ്റെ ഗ്രാഫ് ഇരിക്കുന്നത്. ഇതൊരു മിററാണെങ്കിൽ ഇതിൻ്റെ റിഫ്ലക്ഷനായിട്ട് കാണുന്ന പോലെയാണ് log xൻ്റെ ഗ്രാഫ് ഇരിക്കുന്നത്. അപ്പോൾ ഈ y = e⁻x എന്ന് പറയുന്ന ഗ്രാഫ് വിത്ത് ഡൊമൈൻ ഫുൾ റിയൽ നമ്പർ ആയിട്ടുള്ള ഈ ഗ്രാഫ് ഇത് നമ്മൾ കണ്ടു. ഇതിങ്ങനെ ബാക്കോട്ട് പോകും തോറും ഒരുപാട് ലാർജ് നെഗറ്റീവ് നമ്പർ വരും തോറും ഇതിൻ്റെ വാല്യൂ എക്സ് ആക്സിസിനോട് ചേർന്ന് പോകുന്നൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു. അതുപോലെ ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നമ്പേഴ്സിൽ 0ക്ക് ശേഷമുള്ള നമ്പേഴ്സിലാണ് അത് ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. നെഗറ്റീവ് പാർട്ടിൽ നമ്മളത് കൺസിഡർ ചെയ്യണേ ഇല്ല. അപ്പോൾ ലോഗിൻ്റെ ഡൊമൈനായിട്ട് നമ്മൾ ഓപ്പൺ 0 to ∞ ആണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇനി 2 തിയറംസ് ഇതിനെ ബന്ധപ്പെട്ട്, തിയറമായിട്ടല്ല, അതായത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ e⁻x ഡെറിവേറ്റീവ് e⁻x തന്നെയാണ്. അതായത് d/dx ഓഫ് e⁻x എന്ന് പറയുന്നത് e⁻x തന്നെയാണ്. അതുപോലെ log xൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1/x ആണ്. d/dx ഓഫ് log x എന്ന് പറയുന്നത് 1/x ആണ്. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ e⁻xൻ്റെ ഡെറിവേറ്റീവ് e⁻x തന്നെ, log xൻ്റെ ഡെറിവേറ്റീവ് 1/x.